ഖംനായിയെ വധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അബ്രഹാം ലിങ്കൺ നിന്ന് കത്തുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ. വെല്ലുവിളിയുടെ കരഘോഷമാണ് ഇറാന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ എന്തോ ഒരു മാനസിക ഭയം അമേരിക്കക്കുള്ളതുപോലെയാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി പ്രകടമാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് പരിമിതമായിരിക്കുന്ന ആക്രമണമാണ് തങ്ങൾ നടത്തുക എന്നൊരു അഭിപ്രായം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ ആ രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശ പദ്ധതിയൊന്നുമല്ല. എന്നാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് പരിമിതമായിരിക്കുന്ന ആക്രമണം തങ്ങൾ നടത്തും എന്നുള്ളതാണ്. ഇറാൻ ഒന്നാകെയുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രവർത്തനത്തിന് തങ്ങൾ പുറകോട്ട് പോവുകയാണ്. പകരം എന്തു ചെയ്യും? പരിമിതമായ ആക്രമണം, അഥവാ ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെയും മകനെയും വധിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ്. ഇതിന് മുൻപ് ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ഖംനായിയെ വധിക്കുന്നിടത്തേക്ക് തങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം തങ്ങളുടെ തോക്കിൻ്റെ മുനമ്പിലാണെന്നുള്ളതും ഏത് നിമിഷം കൊല്ലപ്പെടാം എന്നുള്ള ഭീഷണി സ്വരങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്ത് വന്നിരുന്നു. അപ്പോൾ അത്തരം ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു അപകട സംഭവങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സൈനിക ബേസ് പോലും അമേരിക്കയ്ക്കില്ലാത്ത വിധം കത്തിച്ച് ചാമ്പലമാക്കും എന്നുള്ള മറുപടി കൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ വധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് വലിയ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത് ഏറെക്കുറെ അങ്ങനെ ശാന്തമായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ അടിക്ക് തിരിച്ചടി എന്ന പോലെ ഈ അമേരിക്ക ആക്രമിച്ച സമയത്ത് അമേരിക്കക്ക് സമാനമായ രീതിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഈ പ്രഹരമുണ്ടാകുന്ന തരത്തിലോ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചതോടുകൂടി ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവിടെ അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ പറയുന്ന കാര്യം, സദ്ദാം ഹുസൈനോട് മുൻപ് ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. സദ്ദാമും 2 മക്കളും രാജ്യം വിട്ടു പോകണം. അങ്ങനെയാണെങ്കിൽ ഇറാഖുമായിട്ടുള്ള യുദ്ധം അവസാനിക്കും, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അതിന് സദ്ദാം ഹുസൈൻ പറഞ്ഞിരിക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. താൻ ജനിച്ചത് ഇവിടെയാണ്, ബാഗ്ദാദിലാണ്, ബാഗ്ദാദിലെ തിക്രത്ത് എന്ന് പറയുന്ന ദേശത്താണ് ജനിച്ചത്, ഇവിടെ തന്നെയാണ് എനിക്ക് മരിക്കേണ്ടത്. അതല്ലാതെ രാജ്യം വിട്ടു പോകുക എന്നുള്ളത് ഒരു പാരമ്പര്യമായ രീതിയിൽ ഇറാഖിൻ്റെ ഭരണാധികാരികൾ ചെയ്യുന്നതല്ല, അത് എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന മറുപടി സദ്ദാം ഹുസൈൻ ജോർജ് ബുഷിനോട് പറയുകയും ചെയ്തു, ജോർജ് ബുഷിനോടായിട്ട് പറയുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഏകദേശം തുടർച്ചയായിരിക്കുന്ന ഒരു രീതിയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. രാജ്യം വിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്യം വെക്കുന്നത് ഖംനായിയെയും അദ്ദേഹത്തിൻ്റെ മകനെയുമാണ് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള തിരിച്ചടികൾ അത് വളരെ കൃത്യതയോടുകൂടി പറയുന്നത്. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ അറേബ്യൻ കടൽ തീരത്താണുള്ളത്. പിന്നീട് സമാനമായ രീതിയിൽ ഏകദേശം 11 കപ്പലുകളോളം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും കപ്പലുകൾ വരണമെങ്കിൽ വരാൻ തയ്യാറാണ് എന്ന തരത്തിൽ അവരും നിൽക്കുന്നുണ്ട്. മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. നിരീക്ഷണം എന്ന് വെച്ചാൽ ഡ്രോണിൻ്റെ നിരീക്ഷണം ഒരു പരിധി വരെ. അത് ഖത്തറിനെ ഖത്തറിൽ നിന്നാണ് അവരുടെ ആകാശത്തിലൂടെയാണ് നിരീക്ഷണം നടത്തുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഇറാൻ്റെ കടലതിർത്തിയോട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് ഇറാൻ പൊട്ടിച്ചു. അവിടെ സൈനികാഭ്യാസം തുടങ്ങി. അതോടുകൂടി ഈ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ തന്നെ ഏകദേശം 100 നോട്ടിക്കൽ മൈലിൻ്റെ അടുത്തേക്ക് പിറകോട്ട് പിന്തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. കാര്യം ഏത് സമയത്താണ് ഇവരുടെ ആക്രമണം വരിക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇറാൻ ആ സമയത്ത് എന്ത് ചെയ്തു? ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സൈനികാഭ്യാസം റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ മാത്രമല്ല ഡ്രോൺ നിരീക്ഷണം നടത്തി. ആ ഡ്രോൺ നിരീക്ഷണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡ്രോൺ ഇറാൻ്റെത് അമേരിക്ക വെടിവെച്ചിട്ടതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പരിമിതമായിരിക്കുന്ന ആക്രമണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ച് തെഹ്റാനിലെ പ്രധാനമായിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളും സൈനിക മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക. അതോടൊപ്പം തന്നെ സൈനിക മേധാവിയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് വധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഭരണ സംവിധാനം നിശ്ചലമാകും. പിന്നീട് വളരെ പെട്ടെന്ന് ഞാനാണ് ഭരണാധികാരി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു
നേതാവ് അവിടെ ഉയർത്തെഴുന്നേൽക്കില്ല മറ്റൊരു രാജ്യത്തിൻ്റെ സഹായമില്ലാതെ, മറ്റൊരു രാജ്യം അമേരിക്കയുടെ സഹായമില്ലാതെ. അത് അമേരിക്ക ഇടപെട്ട എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഇറാഖിൽ അങ്ങനെയാണ്. ഇറാഖിൽ ഏറെക്കുറെ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഭരണ സംവിധാനത്തെ സദ്ദാം ഹുസൈൻ്റെ ഭരണത്തോടനുബന്ധിച്ച് തന്നെ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ലിബിയയിൽ ഗദ്ദാഫിയുടെ കാലം കഴിഞ്ഞ സമയത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈജിപ്തിൽ ഇപ്പം ഈ ഭരിക്കുന്ന സിസി അടക്കമുള്ളവർ ഏറെക്കുറെ അമേരിക്കയുടെ അനുഭവം പ്രകടിപ്പിക്കുന്നവരാണ്. അങ്ങനെ ഭരണം അട്ടിമറിയപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ആ സംവിധാനം അധികാരത്തിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടാൽ, പിന്നീട് അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് അവിടെ അധികാരത്തിൽ വരിക എന്നുള്ളത് കൃത്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ, അമേരിക്കയുടെ നയനിലപാടിന് വിരുദ്ധമായ രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണത്തിലേറിയ ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. അത് അഫ്ഗാനിസ്ഥാനാണ്, താലിബാനാണ്. താലിബാനായിരുന്നു അമേരിക്കയിൽ ഈ വിമാന സ്ഫോടനം നടത്തിയ അൽഖ്വയ്ദ ഭീകരവാദികൾ വിമാന സ്ഫോടനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് തമ്മാടി ലിസ്റ്റ് പ്രഖ്യാപിച്ചതിൽ ആദ്യത്തെ പേര് അൽഖ്വയ്ദ ഈ താലിബാൻ്റെതായിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന സർക്കാർ അൽഖ്വയ്ദയ്ക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് താലിബാനെ അവിടെ പേരെറിഞ്ഞു. ഹമീദ് കർസായിയുടെ ഭരണം കൊണ്ടുവന്നു. 10-15 വർഷത്തോളം, ഏകദേശം 15 വർഷത്തോളം ഹമീദ് കർസായും പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ് അഫ്ഗാനിസ്ഥാൻ ഭരണം നടത്തിയത്. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് താലിബാൻ ഈ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ അധികാരത്തിലേറുന്നത്. അത് എങ്ങനെ വന്നു, ഏത് രീതിയിൽ വന്നു എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അമേരിക്ക പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. 2500-ലധികം അമേരിക്കൻ സൈനികർ നിലവിലെ ആ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. കാബൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു മുന്നേറ്റം വന്നത്. അത് കണ്ടെത്താൻ വേണ്ടി അമേരിക്ക കഴിഞ്ഞിട്ടില്ല, പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ അമേരിക്കയുടെ സൈനികരെ ജീവനോടുകൂടി വിട്ടു നൽകാൻ വേണ്ടിയിട്ട് പിന്നെ ഉപാധികൾ വെച്ചു താലിബാൻ എന്നുള്ളതാണ്. അങ്ങനെ ആ സമയത്ത് യഥാർത്ഥത്തിൽ കൂട്ടിൽ കുടുങ്ങിയ അതേ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ സൈനികർ അവിടെ കുടുങ്ങിപ്പോയി. രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അവിടെ നിലനിൽക്കാൻ പറ്റില്ല. ആഭ്യന്തരമായിരിക്കുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവിടെ അട്ടിമറി നടന്നത്. സർവ്വ മേഖലയും അവർ പിടിച്ചടക്കി കീഴടക്കിക്കൊണ്ട് അത് താലിബാൻ സർക്കാരായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് നമുക്കറിയാം ഖത്തറാണ് അതിൽ മധ്യസ്ഥത വഹിച്ചത്. ഖത്തറിൻ്റെ മധ്യസ്ഥതയിലോടുകൂടിയാണ് 2500-ഓളം അമേരിക്കൻ സൈനികർ ജീവനോട് കൂടി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. വലിയ നീണ്ട ഒരു കരാർ പത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതെന്താണെന്നുള്ള ഇപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടില്ല, അഫ്ഗാൻ പറഞ്ഞിട്ടില്ല, മധ്യസ്ഥത വഹിച്ച ഖത്തറും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് അജ്ഞാതമായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോൾ ഈ ഇറാനിലെ ഈ ഭരണ സംവിധാനത്തെ മാറ്റിമറിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ പഹ്ലവി ഭരണ സംവിധാനത്തെ അധികാരത്തിൽ കൊണ്ടുവരണം. പഹ്ലവി ആയിരുന്നു മുമ്പ് 979 ഇസ്ലാമിക വിപ്ലവം വരുന്നതിന് മുമ്പ് പഹ്ലവി രാജവംശത്തിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു അവിടെ ഭരണം നടന്നിരുന്നത്. ആ സമയത്തുള്ള കാര്യം എന്ന് പറയുന്നത്, യൂറോപ്യന്മാരെ അങ്ങനെ തന്നെ അനുവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു പഹ്ലവി ഭരണ സംവിധാനം. യൂറോപ്യന്മാരുടെ ആയിരുന്നു കൂടുതൽ താല്പര്യം. മതപരമായിരിക്കുന്ന ഭരണ സംവിധാനത്തോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അമേരിക്കയോടും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, സൗഹൃദ ബന്ധം കൂടി ഉണ്ടായിരുന്നു. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പോലും ഇറാൻ അന്ന് അംഗീകരിച്ചിരുന്നു പഹ്ലവി ഭരണ സംവിധാനം നിലനിൽക്കുന്ന കാലത്ത്. പിന്നീട് 79-ൽ ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു. പഹ്ലവി രാജ്യം വിട്ടു പോകുന്നു, ബ്രിട്ടനിൽ അഭയം തേടുന്നു. അങ്ങനെ അവിടെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കുന്നു, അമേരിക്കയുമായിട്ടുള്ള ബന്ധം മുറിയുന്നു. അതിനുശേഷം പിന്നീട് കൂട്ടി യോജിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഇതേ ഭരണ സംവിധാനത്തെ വീണ്ടും അവിടെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്? അമേരിക്ക നടത്തുന്നത്. അതൊരിക്കലും ഇറാൻ അനുവദിക്കുകയില്ല. മൊത്തത്തിൽ തീയിടുന്നൊക്കെ പറഞ്ഞത്, കടലിന് ഞങ്ങൾ തീയിടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഒരാളെപ്പോലും കൃത്യമായ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്ത വിധം കടലിന് തീ കൊളുത്തും എന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നു. സത്യത്തിൽ എന്തൊക്കെയാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു പിടുത്തം കിട്ടാതിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക തന്നെ ഭയന്നു പോകുന്നത്. ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ വെറും ഒരു വാചകടി പോലെയുള്ള പ്രവൃത്തി ആയിരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നെയ്ത് കൂട്ടിയ, ഞങ്ങൾ നിർമ്മിക്കപ്പെട്ട, ഇന്നത്തെ കാലോചിതകരമായിരിക്കുന്ന സംവിധാനത്തിനനുസരിച്ച് പൂർത്തീകരിക്കപ്പെട്ട മിസൈലിൻ്റെ പരീക്ഷണ ഭൂമിയായിട്ട് അല്ലെങ്കിൽ പരീക്ഷണ മേഖലയായിട്ട് അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ കപ്പൽ മാറും. എത്രത്തോളം നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അയൺ ഡോമിന് എത്രത്തോളം ശക്തിയുണ്ട് അത് ഞങ്ങൾക്കറിയാം. ആരോത്തരിക്ക് എത്രത്തോളം ശക്തിയുണ്ട് അത് ഞങ്ങൾക്കറിയാം. അതെങ്ങനെയൊക്കെ അതിനെ തകർത്തണം ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന ബോധ്യമുണ്ട്. ഞങ്ങളത് തകർത്തിട്ടാണ് ഇസ്രായേലിനെ അന്ന് ആക്രമിക്കപ്പെട്ടത്. നിങ്ങൾ ആക്രമിച്ചതിന് മറുപടി ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഏറെക്കുറെ 12ഓളം കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ സർവീസ് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത രൂപത്തിലും. മൊത്തത്തിൽ ഏകദേശം 500,000-ഓളം, 40,000 പറയുന്നുണ്ടെങ്കിൽ പോലും 50,000 എന്ന ഒരു റിപ്പോർട്ട് കാണുന്നത് അത്രയും സൈനികർ ഇറാനെതിരെ യുദ്ധത്തിന് വ്യത്യസ്ത മേഖലയിൽ സജീവമാണ്. ജോർദാനിലാണ് ഏറ്റവും കൂടുതൽ സൈനികർ ഉണ്ടെന്ന് പറയുന്നത്, 15,000-ഓളം ജോർദാൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ തയ്യാറാണ്, എല്ലാവിധ തയ്യാറെടുപ്പ് കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ യുദ്ധം തുടങ്ങാൻ വേണ്ടി അമേരിക്ക ഭയക്കുന്നു. അതിൻ്റെ ഇടയിലാണ് കംനായുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചത്. അതിനാണ് അബ്രഹാം ലിങ്കൺ നിന്ന് കത്തുമെന്നുള്ള മറുപടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്ത്. ഇതോടെ ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങണം എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഈ അമേരിക്കൻ പ്രസിഡന്റിനും ബന്ധപ്പെട്ടവർക്കും എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.